ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 12.2 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ സോളിഡ് കൺസിസ്റ്റ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഓഫ് ഹൈറ്റ് 120 cm and radius 60 cm standing on a hemisphere of radius 60 cm is placed upright in a right circular cylinder full of water such that it touches the bottom. Find the volume of water left in the cylinder if the radius of the cylinder is 60 cm and its height is 180 cm. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാകില്ല. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചൊന്ന് ഈ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വായിച്ചു നോക്കുക. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എ സോളിഡ് കൺസിസ്റ്റ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ. നിങ്ങൾ ആദ്യം ഈ മെഷർമെൻറ്റുകൾ അങ്ങ് മാറ്റിയിട്ട് വായിച്ചു നോക്കുക കേട്ടോ. എ സോളിഡ് കൺസിസ്റ്റ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ സ്റ്റാൻഡിങ് ഓൺ എ ഹെമിസ്ഫിയർ. അപ്പോൾ സോളിഡ് എന്ന് പറയുന്നത് എന്താണ്? ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ ഒരു റൈറ്റ് സർക്കുലർ കോൺ സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സോളിഡ് എന്ന് പറയുന്നത്. ഇതാണ് ഫിഗർ. ഈ ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ ഒരു കോൺ സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഫിഗർ നമുക്ക് ഇവിടെ സോളിഡ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ മെഷർമെൻറ്റുകൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? കോണിൻ്റെ ഹൈറ്റ് 120 cm ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെ 120 ആണ് ഈ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് 60 ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്ര മനസ്സിലായല്ലോ. പിന്നെ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹെമിസ്ഫിയറിൻ്റെ മുകളിലാണ് ഈ റൈറ്റ് സർക്കുലർ കോൺ സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും റേഡിയസ് സെയിം ആയിരിക്കും. അതായത് കോണിൻ്റെ റേഡിയസും ഈ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും 60 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത്? ഈസ് പ്ലേസ്ഡ് അപ്റൈറ്റ് ഇൻ എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഫുൾ ഓഫ് വാട്ടർ സച്ച് ദാറ്റ് ഇറ്റ് ടച്ചസ് ദി ബോട്ടം. അപ്പോൾ ഈ ഒരു സോളിഡിനെ ഒരു സർക്കുലർ സിലിണ്ടറിൽ ഫുൾ വാട്ടറിലേക്ക് എന്ത് ചെയ്തിരിക്കുക? പ്ലേസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ സോളിഡിൻ്റെ, അതായത് സോളിഡിൻ്റെ താഴ്ഭാഗം ഹെമിസ്ഫിയറാണ്. അതെവിടെ ടച്ച് ചെയ്യുന്നുണ്ട്? ബോട്ടത്തിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദ വോളിയം ഓഫ് വാട്ടർ ലെഫ്റ്റ് ഇൻ ദ സിലിണ്ടർ. അപ്പോൾ ഈ ഒരു സിലിണ്ടറിനകത്ത് ഫുള്ള് വാട്ടറായിരുന്നു. ആ വാട്ടറിലേക്ക് നമ്മുടെ ഈ ഹെമിസ്ഫിയറും കോണും കൂടെ ചേർന്ന സോളിഡ് അതിലേക്ക് ഇറക്കി വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കുറേ വാട്ടർ വെളിയിൽ പോയി. ആ വെളിയിൽ പോയി കഴിഞ്ഞിട്ട് ഈ സിലിണ്ടറിനകത്ത് ബാക്കിയുള്ള വാട്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഡിസ്പ്ലേസ് ആയ വാട്ടർ എത്രയായിരിക്കും? അത് നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ പഠിച്ചിരുന്നു. എത്രയായിരിക്കും? എത്രയും വോളിയമുള്ള സോളിഡാണോ ഇതിലേക്ക് ഇറക്കി വെച്ചത്, അത്രയും വോളിയം വാട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിന്ന് ഈ സിലിണ്ടറിനകത്ത് നിന്ന് ഡിസ്പ്ലേസ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ സിലിണ്ടറിലുള്ള വോളിയത്തിൽ നിന്ന് ഡിസ്പ്ലേസ് ആയി പോയ വാട്ടറിൻ്റെ വോളിയം സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിലിണ്ടറിൽ ലെഫ്റ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ വോളിയം കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡിസ്പ്ലേസ് ആയി പോയ വാട്ടറിൻ്റെ വോളിയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നല്ലേ? ഡിസ്പ്ലേസ് ആയി പോയ വാട്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഈ സോളിഡിൻ്റെ വോളിയത്തിന് ഈക്വലാണ്. ഇപ്പം നമ്മൾ ഒരു പാത്രത്തിലേക്ക്, ഇത് ഫുള്ള് വെള്ളമാണെന്ന് വിചാരിച്ചോ, ഇതിലേക്ക് നമ്മൾ ഒരു ബോൾ നമ്മൾ ഇതിലേക്ക് ഇടുന്നു. അപ്പോൾ ഇത് ഫുള്ള് വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ എത്രയും വോളിയമുള്ള ബോളാണോ ഇതിലേക്ക് ഇട്ടത്, അത്രയും വോളിയം വാട്ടർ എന്ത് ചെയ്യും? ഇതിനകത്ത് നിന്ന് ഡിസ്പ്ലേസ് ആവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇറക്കി വെച്ച ഈ ഒരു സോളിഡിന് എത്രയും വോളിയം ഉണ്ടോ അത്രയും വാട്ടർ ഇതിൽ നിന്ന് ഡിസ്പ്ലേസ് ആവും. അപ്പോൾ ഡിസ്പ്ലേസ് ആയ വാട്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ സോളിഡിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് മെഷർമെൻറ്റുകളൊക്കെ ഇവിടെ എല്ലാത്തിൻ്റെയും തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമുക്ക് ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റും തന്നിട്ടുണ്ട് 180 cm. പിന്നെ സിലിണ്ടറിൻ്റെ റേഡിയസും നമുക്ക് തന്നിട്ടുണ്ട് 60 cm നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മെഷർമെൻറ്റുകളൊക്കെ ഇങ്ങോട്ട് എഴുതാം. ആദ്യം നമുക്ക് കോണിൻ്റെത് എഴുതാം. കോണിൻ്റെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 120 cm. റേഡിയസ് തന്നിട്ടുണ്ട് 60 cm. ഇനി അടുത്തത് ഹെമിസ്ഫിയറിൻ്റെത് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് മാത്രമേ നമുക്കുള്ളൂ അല്ലേ? റേഡിയസ് ഈസ് ഈക്വൽ ടു 60 cm. ഇനി അടുത്തത് സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 180 cm. പിന്നെ റേഡിയസ് തന്നിട്ടുണ്ട് 60 cm. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, റേഡിയസ് കോണിനും ഹെമിസ്ഫിയറിനും സിലിണ്ടറിനും സെയിം തന്നെയാണ്, 60 തന്നെയാണ്. അതുകൊണ്ട് 6 നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. ഇനി ഹൈറ്റ് നോക്കിയേ, കോണിനും സിലിണ്ടറിനും ഹൈറ്റ് രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ രണ്ടും എച്ചെന്ന് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എഴുതുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് ആദ്യത്തേന് ഞാൻ H1 എന്ന് കൊടുക്കുന്നു, രണ്ടാമത്തേന് ഞാൻ H2 എന്നും കൊടുക്കുന്നു. സിലിണ്ടറിൻ്റെ ഹൈറ്റിന് ഞാൻ H2 എന്ന് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തിട്ട് ചെയ്യുക. മെഷർമെൻറ്റുകൾ സെയിം ആണെങ്കിൽ മാത്രം നമ്മൾ ഒരേപോലെ ആക്കി എഴുതിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയം ഓഫ് വാട്ടർ ലെഫ്റ്റ്.
വോളിയം ഓഫ് വാട്ടർ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് വാട്ടർ ഇൻ സിലിണ്ടർ. സിലിണ്ടറിലുള്ള വാട്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്. ഈ സിലിണ്ടറിലുള്ള വാട്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയ വാട്ടറിൻ്റെ വോളിയം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സിലിണ്ടറിലെ വാട്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തിൻ്റെ വോളിയമാണ്? സിലിണ്ടറിൻ്റെ വോളിയമാണ്. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് സിലിണ്ടർ എന്ന് എഴുതാം. വാട്ടർ ഇൻ സിലിണ്ടർ എന്നുള്ളിടത്ത് നമ്മൾ വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു? ഈ സോളിഡിൻ്റെ വോളിയമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വോളിയം ഓഫ് സോളിഡ് ഇസ് ഇക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് സോളിഡ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഫിഗറിൻ്റെ വോളിയം ചേരുന്നതാണ്. ഇതിൻ്റെയൊക്കെയാണ് കോണിൻ്റെതും ഹെമിസ്ഫിയറിൻ്റെതും. അപ്പോൾ എന്തെഴുതാം? അപ്പോൾ നിങ്ങളിവിടെ ആദ്യം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് എഴുതുക. വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് വോളിയം ഓഫ് സോളിഡ് എന്ന് പറയുന്നത്. സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്? പൈ ആർ സ്ക്വയർ H2. എന്തുകൊണ്ടാണ്? സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമ്മൾ H2 എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ H2 തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. മൈനസ് കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ കോണിൻ്റെ എച്ച് നമ്മൾ H1 എന്നാണ് എടുത്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ കൊടുക്കുക. അടുത്തത് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിൻ്റെ വോളിയം ഈസ് 2/3 പൈ ആർ ക്യൂബ്. ഇക്വേഷൻസ് തെറ്റാതെ എഴുതുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ വാല്യൂസ് അപ്ലൈ ചെയ്യുക. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പം പൈ ആർ സ്ക്വയർ H2 മൈനസ് 1/3 പൈ ആർ സ്ക്വയർ H1. ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പം വീണ്ടും മൈനസ് ആവും. 2/3 പൈ ആർ ക്യൂബ്. ഇവിടെ എല്ലായിടത്തും പൈ ഒരേപോലെയാണ്, ആറും ഒരേപോലെയാണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് ആ രണ്ട് വേരിയബിൾസ് നമുക്ക് വെളിയിലേക്ക് എടുക്കാം, കോമൺ ആയിട്ട് എടുക്കാം. പൈ ഞാൻ വെളിയിലെടുത്തു. ഇവിടെ ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ആർ ക്യൂബ് ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് എന്തെടുക്കാം? ആർ സ്ക്വയർ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ പൈ ആർ സ്ക്വയർ കോമൺ എടുത്താൽ ബാക്കി ഇവിടെ H2 മൈനസ് ഇവിടെ 1/3 പൈ ആർ സ്ക്വയർ കോമൺ ആയിട്ട് വെളിയിലെടുത്ത് ബാക്കി 1/3 H1 മൈനസ് 2/3 ഇവിടുന്ന് പൈ ആർ സ്ക്വയർ എടുത്താൽ ബാക്കി ഒരു ആർ. ഇനി നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇസ് ഇക്വൽ ടു പൈ നമുക്ക് വാല്യൂ തന്നിട്ടില്ല, അതുകൊണ്ട് 22/7 ഇൻറ്റു ആർ എത്രയായിരുന്നു? 60 ഇൻറ്റു H2. H2 എത്രയാണ്? H2 ഈസ് 180 മൈനസ് 1/3 H1 എത്രയാണ്? 120 ഇൻറ്റു 120 മൈനസ് 2/3 ഇൻറ്റു 60. അപ്പോൾ ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇവിടെ 3യും 120യും കൂടെ കട്ട് ചെയ്താൽ 40 ആവും. 3യും 60യും കൂടെ കട്ട് ചെയ്താൽ 20 ആവും. അപ്പോൾ എന്താ വരും? 22/7. സോറി, ഇവിടെ ആർ സ്ക്വയർ ആണ്. അപ്പോൾ 60 സ്ക്വയർ എന്ന് ഇട്ടോണം കേട്ടോ. ഇൻറ്റു 60 ഇൻറ്റു 60 ഇൻറ്റു 180 മൈനസ് 40 ഈസ് 140. 140 മൈനസ് 40 ഈസ് 100 ഇസ് ഇക്വൽ ടു. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 22/7 ഇൻറ്റു ഇത് 6 6 ആർ 36. ഇതിൻ്റെ 2 0 ഇട്ട് കൊടുക്കുന്നു. 100ൻ്റെ 2 0യും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവിഷൻ ചെയ്യുന്നു. അപ്പോൾ 36ഉം 22ഉം കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 36ഉം 22ഉം 6 2s are 12. 3 2s are 6 plus 1 7. 6 2s are 12. 3 2s are 6 plus 1 7. 2 9 7. അപ്പോൾ നമുക്ക് 7 9 2 എന്ന് കിട്ടി. ഇനി 4 0യും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഡിവൈഡഡ് ബൈ 7. ഇനി ഇതിനെ നമുക്ക് ഡിവിഷൻ ചെയ്ത് നോക്കണം. അപ്പോൾ 7 9 2 0 0 0 0 ഡിവൈഡഡ് ബൈ 7 1 7 0 9 1 7 2 22 7 3s are 21 1 0 1 7 3. ഈ 0യാണ് നമ്മളിവിടെ എഴുതിയത്. ഇനി അടുത്ത 0 താഴേക്ക് എഴുതുന്നു. 30 4 28 2 20 2 14. 20 മൈനസ് 14 ഈസ് 6. വീണ്ടും നമ്മൾ 0 താഴേക്ക് എഴുതുന്നു. 0. ഇതിൽ എത്ര പ്രാവശ്യം വരും?
8 ടൈംസ് വരും അല്ലേ? 7 8 are 56. റിമൈൻഡർ 4 വരും. ഇനി നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ടിട്ട് 0 ഇട്ട് കൊടുക്കുന്നു. 40. 7 5s are 35. ഇനി ബാക്കി ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ. റിമൈൻഡർ നമുക്ക് 5 എന്ന് കിട്ടി. വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുത്തിട്ട് ആ 0 ഇവിടെ എഴുതുന്നു. 7 7s are 49. 1. ഇനി ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇത്രയും മതി കേട്ടോ. ഈസ് ഇക്വൽ ടു എന്ത് വരും? 113142 8.57 സെന്റിമീറ്റർ ക്യൂബ്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോകാതെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഈ സിലിണ്ടറിൽ ലെഫ്റ്റ് ആയിട്ടുള്ള വാട്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 7 കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.